കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളെ തിരിച്ചറിഞ്ഞതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരി. ഇനി 2 മലയാളികളെ കൂടി തിരിച്ചറിയാനുണ്ട്. 9 പേർ ഗുരുതരാവസ്ഥയിലാണെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും നോർക്ക സിഇഒ പറഞ്ഞു. അവസാനത്തെ ഇൻഫർമേഷൻ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുമ്പം 49 ഇന്ത്യക്കാരാണ് അതിൽ മരണമടഞ്ഞതായിട്ട് അറിവ് കിട്ടുന്നത്. 23 പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പേരെ ഇനിയും സ്ഥിരീകരണം വരണം. 9 പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസാനം പറഞ്ഞുള്ള എനിക്ക് കിട്ടിയ വിവരം. അതിൽ നല്ലൊരു ശതമാനം മലയാളികളായിരിക്കാം. റൂഷിബാലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റൂഷിബാൽ, നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങൾ ഏതു വിധത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മന്ത്രി അല്പസമയത്തിനോടകം തന്നെ കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുകയാണ്. ജീവൻ ബാബു IAS മന്ത്രിക്കൊപ്പം ഉണ്ടാകും. 23 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി 2 മലയാളികളെ തിരിച്ചറിയാനുണ്ട്. 9 പേർ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ സ്ഥിതി നിലവിൽ എന്താണെന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? ബിനിൽ, കുവൈത്തിലെ തീപിടുത്തത്തിൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനവും ചികിത്സ, മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കുന്നത് നോർക്കയാണ്. നോർക്ക കുവൈറ്റിൽ ഏതാണ്ട് ഈ സംഭവം അറിഞ്ഞ് ഉടനെ തന്നെ ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരത്തെ നോർക്കയുടെ ആസ്ഥാനത്തും ഹെൽപ്പ് ഡെസ്ക് സമാനമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കുവൈറ്റിലെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് നോർക്ക സിഇഒ നേരത്തെ പ്രതികരിച്ചത്. അതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, എൻബാം ഉൾപ്പെടെയുള്ള നടപടികൾ ഏതാണ്ട് അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു. മറ്റ് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പേപ്പർ വർക്കുകളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇത് പൂർത്തിയാകുന്നതിനനുസരിച്ച് തന്നെ സംസ്ഥാനത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഒരുപക്ഷെ അർദ്ധരാത്രിയോടെ തന്നെ കുവൈറ്റിൽ നിന്നും മൃതദേഹങ്ങളുമായി പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നോർക്ക കാണുന്നത്. പക്ഷേ ഇപ്പോഴും അത് കുവൈറ്റ് ഗവൺമെന്റിന്റെ പ്രത്യേക വിമാനമാണോ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിന്റെ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണോ മൃതദേഹങ്ങൾ എത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇതിൽ കൂടുതൽ സാധ്യത കുവൈത്ത് ഗവൺമെന്റിന്റെ വിമാനമാണ്. അങ്ങനെയെങ്കിൽ കുവൈത്ത് എയർവേസ് വിമാനം കൊച്ചിയിലേക്ക് എത്തിച്ചേരും. കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ അവിടെ നിന്നും നോർക്ക സജ്ജീകരിച്ച ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിലേക്ക് എത്തിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു 2 മണിക്കൂറിന് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് അജിത് കോളശ്ശേരി, നോർക്കയുടെ സിഇഒ, വ്യക്തമാക്കുന്നത്. ഒപ്പം പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 9 പേർ, അതിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ്. ഇവരുടെ ചികിത്സ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ ഹെൽപ്പ് ഡെസ്ക്, ലോക കേരള സഭ അംഗങ്ങൾ, KMCC ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടനയുടെ നേതാക്കളടക്കം അവിടെ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു, അത് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം 40ഓളം പേർ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നിസാരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. ഇവരൊക്കെ ആശുപത്രിയിൽ നിന്നും വിടുതൽ വാങ്ങിക്കഴിഞ്ഞു. അതിൽ ആർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ, നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ നോർക്ക നൽകും. പക്ഷേ ഇതുവരെ ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. ഏതായാലും ഏറ്റവും വലിയ ഒരു ദുരന്തം, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തേക്ക് എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറുക എന്നതിനാണ് നോർക്കയും സംസ്ഥാന സർക്കാരും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. നോർക്ക എംബസിയുമായി ചേർന്നുകൊണ്ട് കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളൊക്കെ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഏതായാലും 2 മണിക്കൂറിനകം തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും എന്നാണ് നോർക്ക. അങ്ങനെയാണ് നോർക്ക റൂട്ട്സിന്റെ സിഇഒ അറിയിക്കുന്നത്. റൂഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.